പണ്ടൊക്കെ മഴയുള്ള വൈകുന്നേരം അടുക്കളയിൽ നിന്ന് ശർക്കരയുടെയും ഏലക്കയുടെയും മണം വരുമ്പോൾ തന്നെ അറിയാമായിരുന്നു അമ്മ മടക്കുസേന തയ്യാറാക്കുകയാണെന്ന്. അന്ന് അടുക്കളയിലിരുന്ന് കഴിച്ച ആ മധുരത്തിന് ഒരു പ്രത്യേകതരം രുചിയാണ്. വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വീട്ടിൽ പെട്ടെന്നൊരു കുട്ടിപ്പട്ടാളം വിരുന്നെത്തി. 4 മണിക്ക് എന്തെങ്കിലും മധുരം വേണമെന്നായി. അവർ വാശി പിടിക്കാൻ തുടങ്ങി. ഉള്ളിൽ ആ പഴയ മടക്കുസേന ഉണ്ടാക്കാം എന്ന് കരുതിയെങ്കിലും ഇന്നത്തെ പിള്ളേർക്ക് കാണാൻ എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണമല്ലോ. അങ്ങനെയാണ് അടുക്കളയിരുന്ന ബീട്രൂട്ട് എൻ്റെ കണ്ണിൽപ്പെട്ടത്. യാതൊരു കൃത്രിമ കളറുകളും ചേർക്കാതെ ബീട്രൂട്ട് നീര് മൈദമാവിലേക്ക് ഒഴിച്ചപ്പോൾ കിട്ടിയ ഒരു റോസ് കളർ കുട്ടികളിൽ ആകാംക്ഷയുണ്ടാക്കി. കുട്ടികളുടെ ആ ഒരു ആകാംക്ഷ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ ഒരു സാധനം കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന്. കുഞ്ഞു കുട്ടികളെ വളരെയധികം അട്രാക്റ്റീവ് ചെയ്യുന്ന ഒന്നാണ് കളറുകൾ. അതും ഈ ഒരു പിങ്ക് കളർ കുട്ടികളെ ഏറ്റവും ആകർഷിക്കുന്ന ഒന്നാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികളും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ദോശ തയ്യാറാക്കുമ്പോൾ കുട്ടികൾ എന്തായാലും തീർച്ചയായും കഴിക്കും. ബീട്രൂട്ട് കഴിക്കാത്ത നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്യും. അമ്മമാർക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. മാവ് മിക്സ് ചെയ്യാനായിട്ട് മക്കളും കൂടെ കൂടുന്നുണ്ട് കേട്ടോ. അത് എന്തിട്ടാണെന്നറിയാമോ? ഈ ഒരു കളർഫുൾ കണ്ടിട്ടാണ് അവർക്കും ഈ ഒരു മിക്സ് ചെയ്യാനായിട്ട് വലിയ താല്പര്യം തോന്നിയത്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തോളൂ. ഇനി മടക്കുസേനയുടെ ഉള്ളിൽ വയ്ക്കാനുള്ള കാര്യങ്ങളൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗൾ അവിലാണ് കേട്ടോ ആദ്യം എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ബൗൾ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് കുറേശ്ശെ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ബൗൾ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. കുറേശ്ശെയായി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈവച്ചൊന്ന് മിക്സ് ചെയ്തോളൂ, പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തോളൂ. സാധാരണ അവിൽ കുഴച്ചെടുക്കുന്ന പരുവത്തിന് മതി കേട്ടോ. ഒരു ഫ്ലേവറിന് ഏലക്ക വേണമെന്നുള്ളവർക്ക് ഏലക്കയും ചേർക്കാവുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കാതെ അടുപ്പിൽ വെച്ച് വേണമെങ്കിലും ഈ ഒരു മിക്സ് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഒരു സ്പൂണ് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. അടുപ്പിൽ വെച്ച് തയ്യാറാക്കുന്നവർ ആദ്യം ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ട് അതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് എണ്ണ കൂടി തേച്ചോളൂ. ദോശക്കല്ല് നന്നായി ചൂടായി വരുമ്പോഴേക്കും ഒരു തവി മാവ് വീത്തി നന്നായിട്ടൊന്ന് പരത്തിയെടുത്തോളൂ. ഒരു വശം നന്നായി വെന്ത് വന്ന് കളറൊന്ന് ചേഞ്ച് ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. മറുവശവും നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ദോശയുടെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഫില്ലിങ് ഏത് വശത്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. 2 സ്പൂൺ അവിൽ മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം ദോശ സെൻറ്ററിലേക്കൊന്ന് മടക്കിക്കോളൂ. അവിൽ മിക്സ് കവർ ചെയ്യുന്ന രീതിയിൽ. അത് കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ദോശ നമുക്ക് കല്ലിൽ നിന്ന് മാറ്റാവുന്നതാണ്. അടുത്ത ദോശയിൽ മറുവശത്താണ് കേട്ടോ ഫില്ലിങ് വെക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി കളർഫുള്ളായിട്ട് മടക്കുസേന നല്ല അട്രാക്റ്റീവായി മാറും. മടക്കുസേന തയ്യാറാക്കുന്നതനുസരിച്ച് മക്കൾ കഴിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. മൊത്തത്തിൽ 5 മടക്കുസേനയാണ് ഈ ഒരു മാവിൽ നിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മൈദമാവിന് പകരം ഗോതമ്പ് മാവ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു പലഹാരത്തിന് ഓരോ നാടുകളിൽ ഓരോ പേരാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ഒരു പലഹാരത്തിന് പറയുന്ന പേര്? കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ കൂട്ടുകാരേത്. ഈ ഒരു പലഹാരം കഴിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുമല്ലോ. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഗേയ്സ്.